എന്തു തന്നെയായാലും തിക്കോടിയിലോ അടിപ്പാത അനുവദിച്ച് കിട്ടുന്നത് വരെ നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അത് നമുക്ക് തത്വത്തിൽ അംഗീകരിച്ച് ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ച് തന്നിട്ടുള്ള അടിപ്പാതയ്ക്ക് ആവശ്യമായ വർക്കല്ലാതെ മറ്റൊരു വർക്കും ഇവിടെ നടത്താൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ളത് ഈ ആക്ഷൻ കമ്മിറ്റീൻ്റെ ഒറ്റയ്ക്കുള്ള ശബ്ദമാണ്. ഒറ്റപ്പെട്ട എല്ലാ ആളുകളും ഒന്നിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് ആ തീരുമാനം. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അത് ഏത് രൂപത്തിലായാലും ശരി അത് തടയുക തന്നെ ചെയ്യും. മറ്റുള്ള വർക്കുകളൊക്കെ തടയാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ കുറച്ച് നോക്കുകയാണ് തിക്കോടിയിലെ ജനങ്ങൾ ചെയ്യുന്നത്. തിക്കോടിയിലെ ജനങ്ങൾ ഏകദേശം 2 വർഷത്തോളമായി തിക്കോടിയിൽ ഒരു അടിപ്പാത അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി നിരന്തരമായ സമരത്തിലാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MP PT ഉഷ മാഡം നമ്മുടെ ഈ പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് അനുകൂലമായ ഒരു നടപടി നമുക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ നമ്മളെ കയ്യിൽ ഇപ്പോഴുമുണ്ട്. ഈ ഓർഡർ കാണിച്ചിട്ടും ബഗാഡിൻ്റെ ആളുകൾ, അതായത് ബഗാഡിൻ്റെ എൻജിനീയർമാർ വന്നിട്ട് ഇവിടെ വീണ്ടും പഴയ രീതിയിൽ തന്നെ വർക്ക് തുടങ്ങാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവിടെ ആൾക്കൂട്ടമുള്ളത്. എന്തു തന്നെയായാലും തിക്കോടിയിലോ അടിപ്പാത അനുവദിച്ച് കിട്ടുന്നത് വരെ നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അത് നമുക്ക് തത്വത്തിൽ അംഗീകരിച്ച് ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ച് തന്നിട്ടുള്ള അടിപ്പാതയ്ക്ക് ആവശ്യമായ വർക്കല്ലാതെ മറ്റൊരു വർക്കും ഇവിടെ നടത്താൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ളത് ഈ ആക്ഷൻ കമ്മിറ്റീൻ്റെ ഒറ്റയ്ക്കുള്ള ശബ്ദമാണ്.